देखो इधर ബണ്ണി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കിട്ടിയോ? ഹായ് ഗായ്സ്. അതെങ്ങനെ? ഓ അവിടെ വേറെ. ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ട്രിപ്പ് പോകുകയാണ് ഗായ്സ്. അപ്പൊ നമ്മൾ ഈ കൂടും കുടുക്കയൊക്കെ പെറുക്കി എല്ലാരും കൂടെ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ മോദിജിയൊക്കെ വിസിറ്റ് ചെയ്ത G7 സമ്മിറ്റ് നടന്ന കെനനാസ്കിസിലേക്കാണ്. നല്ല ഭൂപ്രകൃതി ആസ്വദിക്കാനും കുറെ മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ സീനിക് റൂട്ട് പിടിച്ചാണ് പോകുന്നത്. അപ്പൊ ഈ വഴി വന്നത് വെറുതെ ആയില്ല. ദേ ഫസ്റ്റ് വൺ സ്പോട്ടഡ്. ഇതൊരു 2 ഡേ ട്രിപ്പാണ്. അപ്പൊ ഫസ്റ്റ് ഡേ സ്ട്രേറ്റ് ടു ബാൻഫ്, ദെൻ കാൻമോർ ആൻഡ് ദെൻ കാൽഗറി. ഇങ്ങനെ പോകുമ്പോൾ ഏകദേശം 5.5 മണിക്കൂർ എടുക്കും കാൽഗറി എത്താൻ. കാൽഗറിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ Airbnb ബുക്ക് ചെയ്തിരിക്കുന്നത്. സീനിക് റൂട്ട് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ സീനായിരിക്കും എന്ന് ഓർത്തില്ല. വെതർ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ചില സ്ഥലത്ത് മഞ്ഞ്, ചില സ്ഥലത്ത് മഞ്ഞില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ എല്ലാത്തിലും ഉപരി ഞങ്ങൾ എല്ലാരും കൂടെ ഒരു വണ്ടിയിൽ പോകുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ബാൻഫ് ടൗൺ എത്താറായിട്ടുണ്ട്. ബാൻഫിന്റെ ഡൗൺ ടൗൺ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഡൗൺ ടൗണിൽ ചെന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും സ്നാക്സ് എല്ലാം അകത്താക്കാൻ. നമ്മുടെ കൂടെ 2 കുഞ്ഞു മനുഷ്യരുണ്ട്. അവർ ഓൾമോസ്റ്റ് ടയേർഡ് ആയിട്ടുണ്ട് ഏകദേശം. നമുക്ക് എല്ലാവർക്കും വിശക്കണുള്ളതുകൊണ്ട് നമ്മൾ ഒരു ഇടക്കാല ആശ്വാസത്തിന് നമ്മൾ നേരെ സ്ട്രേറ്റ് ടു ടിം ഹോട്ടൽസ്. അപ്പോൾ നമ്മൾ ടിം ഹോട്ടൻസിൽ നിന്ന് ചീസി ബ്രെഡും പിന്നെ ചിക്കൻ ബോളും ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒഴിച്ചുകൂടാനാകാത്ത നമ്മുടെ സ്വന്തം കോഫിയും. അരവിന്ദേട്ടൻ അവിടെ കുഞ്ഞാപ്പിക്ക് ടിം ഹോട്ടൻസിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചീസി ബ്രെഡ് റെഡിയായി വന്നിട്ടുണ്ട്. പേര് ചീസി ബ്രെഡ് എന്നൊക്കെ ആണെങ്കിലും കണ്ട നമ്മുടെ പിസയുടെ മുഴുപ്പുണ്ട്. അപ്പൊ നമുക്കിനി കാൽഗറി എത്താൻ 1.5-2 മണിക്കൂറോളം എടുക്കും. പിന്നെ Airbnb പോയി ലഗേജ് എല്ലാം വെച്ചിട്ട് വേണം വേറെ റെസ്റ്റോറന്റ്. അപ്പൊ ഒരു 3-3.5 മണിക്കൂറൊക്കെ നമ്മുടെ വിശപ്പിനെ തടഞ്ഞു നിർത്താൻ ഇവൻ ധാരാളം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ബൈ ബൈയും പറഞ്ഞ് ബാൻഫ് ഡൗൺ ടൗണും കറങ്ങി വണ്ടി നേരെ കാൽഗറിക്ക് വിടുക കേട്ടോ. ആ ഒരു മൂടലും മേഘങ്ങൾക്കിടയിലൂടെ മലകളെ കാണുന്നതും ആ മഞ്ഞും ഒക്കെ കണ്ടപ്പം ഏകദേശം മനസ്സിലായി കാൻമോർ എത്തി. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ മഞ്ഞിന്റെ ഭംഗിയൊക്കെ കണ്ട് വന്നു. കാൻമോർ കാണാൻ അല്ലേലും ഭയങ്കര രസം. അങ്ങനെ കുറച്ച് പോയി വന്നപ്പം ദേ മഞ്ഞ് മാറി വരും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കാൽഗറി എത്താറായിന്ന്. അപ്പൊ നമ്മുടെ Airbnb ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വലതുകാല് വെച്ച് അകത്തേക്ക് കയറുകയാണ്. രണ്ട് പീക്കിരീസിനും കല്യാണിക്കുട്ടിക്കും ഇവുവിനും ഈ ടൗൺ ഹൗസ് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് മിക്കവാറും അവരായിരിക്കും ഈ Airbnb ടൂർ എടുക്കാൻ പോകുന്നത്. എല്ലാ റൂമിലും ഓടി നടന്ന് അവർ രണ്ടുപേരും കൂടെ ആയിരിക്കും ഇതെല്ലാം കാണിക്കാൻ പോണേ കേട്ടോ. ഓക്കേ,
ഇവന്റെ ബെഡ്റൂം ഏതാ? നിങ്ങൾ തമ്മി കൂട്ടു. ഇവിടെ വാ ക്യൂട്ട്, ഇവിടെ വാ, ഇവിടെ വാ, കം കം പൊന്നി, ഇവിടെ വാ. പിന്നെ കാൽഗറി ഡൗൺ ടൗണിലൂടെ ഒരു നൈറ്റ് ഡ്രൈവ്. അത് ഞങ്ങൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഫുഡ് കഴിക്കാൻ. കൊണ്ടാട്ടം റെസ്റ്റോറൻറ്റ് നല്ലതാണെന്ന് പല ഫ്രണ്ട്സും പറഞ്ഞു. സോ നമുക്കൊന്ന് കൊണ്ടാട്ടം റെസ്റ്റോറൻറ്റിലെ ഫുഡ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ രാത്രി അങ്ങനെ കടന്നു പോവുകയാണ് കാൽഗറി ഡൗൺ ടൗണിലൂടെ. കാൽഗറി അങ്ങനെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ വേണേ വർണ്ണിക്കാം, അത്ര ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. ഒരു കൊട്ടാരം പോലത്തെ റെസ്റ്റോറന്റ്. സീറ്റിംഗ് ഒക്കെ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു, പക്ഷെ സംഭവം നല്ല വൈബായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഹെവി ആയിട്ട് എന്ത് കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ബിരിയാണി തന്നെ കഴിക്കാന്ന് വെച്ചു. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മൾ ബുഹാരി ഫിഷും ഹൈരാലി ചിക്കനും ആണ് ഓർഡർ ചെയ്തത്, കൂടത്തില് മട്ടൻ സൂപ്പും. പിന്നെ നമ്മുടെ ഹെവി മീൽസ് തലപ്പാക്കട്ടി ലാമ്പ് ബിരിയാണി ആൻഡ് തലപ്പാക്കട്ടി ബീഫ് ബിരിയാണി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അധികം സംസാരമില്ല, സമാധാനമായി ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ പോവുകയാണ്. നല്ല ഭക്ഷണം തന്ന ഞങ്ങളുടെ വയറ് നിറച്ച കൊണ്ടാട്ടം റെസ്റ്റോറന്റിന് സ്പെഷ്യൽ താങ്ക്സ്. അപ്പോ സമയം 10-11 മണി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ കുഞ്ഞാപ്പീസും നമ്മളും ഒക്കെ നല്ല ടയർഡായിട്ടുണ്ട്. എത്രയും പെട്ടെന്നൊന്ന് റൂമിൽ എത്തിയാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയായിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊണ്ടാട്ടം റെസ്റ്റോറന്റിനോട് ബൈ ബൈ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഡേ 1 ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടും ബൈ ബൈ പറയുവാണ്. ഇത് ഡേ 1 പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ നാളെയാണ് നമ്മൾ കെനനാസ്കിസ് എല്ലാം വിസിറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പാർട്ട് 2 ആയിട്ട് കാണിക്കുന്നതാണ്. നാളെ മിനിമം ഒരു ഗ്രിസിലി എങ്കിലും കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ 4 പേരും. സത്യം പറഞ്ഞ ഗ്രിസിലി പോയിട്ട് എന്ന് പറയാനുള്ള ധൈര്യം പോലും ഞങ്ങൾക്ക് 4 പേർക്കും ഇല്ലെങ്കിലും നാളെ കുറച്ച് മഞ്ഞും പച്ചപ്പും വെള്ളച്ചാട്ടവും എല്ലാം കാണാൻ പറ്റുമോ എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ. അപ്പോ ശുഭനിദ്ര, സുഖനിദ്ര. ബൈ ബൈ.